ഈ എന്തൊരു തിരിഞ്ഞോക്കി എഴുതുന്നത്? അല്ല ദോശ ഞാൻ പോയാൽ കണ്ടില്ലല്ലേ? അവള് അരി ആട്ടി മാവ് ആട്ടി ദോശ ചുട്ട് കൊടുത്തോണ്ടിരിക്കണ. നീ എന്താണ് അവൻ വന്നത് പോലെ ഇന്ത്യ അടുത്തിരിക്കാൻ പോലെ ഇരിക്കുന്നത്? എല്ലാം കൂടെ ഓർമ്മ. നിങ്ങളൊന്നും ഇരിക്കാത്ത ഇരിക്കേ. നീ കടയും പുതുക്കി പണിത് അല്ലേ? ഓ അണ്ണാ, നിങ്ങൾ അറിഞ്ഞില്ലേ? ഇല്ല. 5-6 ലക്ഷം രൂപ അണ്ണാ. അയ്യോ, ഇനിയിപ്പോ തിരിച്ചു പിടിക്കാൻ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, കൊടുക്കണ സാധനത്തിലേ അളവത്തി കുറച്ചേ, അല്ലെങ്കിൽ ഒരു 10-5 രൂപ കൂട്ടി എഴുത്. അതുമല്ലെങ്കിൽ ഒരു ത്രാസിനടിയിൽ പടി വയ്ക്കുമല്ലോ, ഒട്ടിച്ച് വയ്ക്കുമല്ലോ, ആ ഒരു സമ്പ്രദായമുണ്ട് പണ്ട്. അങ്ങനെ അളവ് കുറച്ച് കാണിച്ചു കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാം. അങ്ങനെ ലാഭം എടുക്കടാ. എല്ലാം കൂടെ ആകുമ്പോൾ നീ മുടക്കിയ പൈസ തിരിച്ചു കിട്ടും. നീ പറഞ്ഞു എവിടെ കയറി പോണത്? ഈ നെറിയേട്ട കച്ചവടം എന്നുള്ള പൈസ ഒന്നും എനിക്ക് വേണ്ട. സുരേന്ദ്രൻ എൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടാ. അല്ല, ഞാൻ നാളെ വന്നപ്പോൾ അവിടെ നിനക്ക് പറഞ്ഞായിട്ട് നാട്ടുകാരെ നീ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് നടത്തുന്നത് പറയണത്. അത് നാട്ടുകാരെ പറയില്ല, നീ നാട്ടുകാരടുത്ത് പറഞ്ഞാണ് അവ ഇങ്ങനെയൊക്കെയാണ് ബിസിനസ് നടത്തുന്നത് കേട്ടാ. ചിറ്റപ്പ അതൊക്കെ വിട്. ചിറ്റപ്പന് ഇനി ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? അതുണ്ടാവും. അവൻ നാളെ രാവിലെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടായിരിക്കും വന്നത് അല്ലടേ? എന്നാൽ ഞാൻ രാവിലത്തെ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു 5-6 ദിവസം കഴിഞ്ഞ പോകണം. നിനക്ക് വല്ല കുഴപ്പമുണ്ടോ? എന്താടാ ചിരിക്കുന്നത്? വേൾഡ് കപ്പ് ഫുട്ബോൾ ഇന്ത്യ കപ്പടിച്ചാ ഇത്ര ആട്ടഹസിച്ച ചിരിക്കേ? നീ എന്തായാലും ഇവിടെ ഉണ്ടല്ലോ, ലച്ചുവിന്റെ കൂടെ കുഴിപ്പുള്ളത്തൊന്ന് പോവാൻ നോക്ക്. ശങ്കരണ്ണ ഉണ്ടല്ലോ. പിന്നെന്ത് ചേട്ടത്തി, എന്റെ പിള്ളേരെ സംബന്ധം വീട്ടിൽ പോവാ. പിന്നെ ഞാൻ വേറെ എവിടെ പോവാൻ? എന്നാ പിന്നെ നമുക്ക് ഒരു ദിവസം രാവിലെ പോയിട്ട് വൈകിട്ട് വരാം. എന്ന് പോലെ പ്ലാൻ ചെയ്യുന്നേന്നുള്ള എന്റെ അടുത്ത് നേരത്തെ പറയണോട്ടാ, അല്ലെങ്കിൽ തലേ ദിവസം വിളിച്ചു പറയാൻ പറ്റുള്ളൂ. മക്കളെ ഒരുപാട് തള്ളി വെക്കാനും പാടില്ല കേട്ടാ. അന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് മറ്റന്നാൾ പോയാലോ? അമ്മ എന്ത് പറയണം? ഞാൻ അങ്ങനെയാണെങ്കിൽ മറ്റന്ന് ലീവ് എടുക്കാം. എല്ലാവർക്കും കൂടെ ബാലു, നീ എന്തിനു പറയണേ? ചേച്ചി പാണടത്ത് നിന്നിരേ സമയമില്ല. എല്ലാ പണി എന്റെ തോളിലാണ്. കോടികൾ മറിയണ കളയാണ്, ബിസിനസ്സാണ്. എനിക്ക് വരാൻ പറ്റൂല. എഞ്ചിനീയർ വിളിച്ചൊന്ന് സംസാരിച്ചാ പോരെ, ലീവ് വരൂലേ? ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും. ഇപ്പം പറയാൻ പറ്റിയ സാഹചര്യം ഒന്നുമില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാവും, അത് ശരിയാവില്ല. നിങ്ങൾ പോയി. അല്ലെങ്കിൽ അച്ഛൻ്റെ അടുത്ത് എന്തെങ്കിലും അത്യാവശ്യം പറഞ്ഞു പോയി കഴിഞ്ഞാൽ അച്ഛന് ഡബിൾ തിരക്കാണല്ലോ. ഇതിന്റെ ലക്ഷക്കണക്കിന് ഉള്ള സൈറ്റിൽ ഇടയിൽ കൂടെ ഞാൻ മാളെ അവിടെ ചട്ടി അടിക്കാൻ പോണു. മകളെ അത് വിട്. അവൻ പറഞ്ഞില്ലേ വേണ്ട, നമുക്ക് പോവാം. അത് തന്നെ, അച്ഛയില്ലെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പോയിട്ട് വരാൻ പറ്റും. ആര്? കുട്ടമ്പിള്ളേ? അല്ല, മാധവൻ തമ്പി. നിന്നെ ഇരുത്തി കൊണ്ട് തന്നെ തന്തയെ വിളിക്കണ്ടോ? ആര് വിളിപ്പിക്കണത്? നീ കൂടെ കാണണ്ടേ? അതെ 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 അതെ. കണക്കെഴുതണം. അപ്പൊ എഴുതിട്ട് കോടിയില കണക്കൊക്കെ എഴുതാറുണ്ട്. എഴുതിട്ട് ആയിരപ്പാ ഉള്ളിക്കും മുളവരും വില കൂട്ടി പൈസ ഉണ്ടാക്കും പോലെ അല്ലത്. അല്ല അരിച്ചാക്ക് മൊത്തം എലിയാണ്. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. ഇങ്ങനെയുണ്ട്. അടിപൊളിയാണോ? നല്ല മധുരമൊക്കെ ഉണ്ടല്ലോ. മക്കൾ ആവശ്യത്തിനടുത്ത് കഴിയും. പാറുവിനെ മാങ്ങയെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. അത് മാംഗോ ഫ്ലേവർ ഐസ്ക്രീം കൊടുത്താലുണ്ടല്ലോ, ഒമ്മോ ഒരു രക്ഷയിലാണ് തട്ടിവിടും. ആണോ? ചിറ്റപ്പം കൊണ്ടുവന്ന മാമ്പഴം അതുകൊണ്ടിട്ട് ചേട്ടനും വിഷ്ണു ചേട്ടനും കൊടുക്ക്. ആഹാ, അങ്ങനെ ഒറ്റ കഴിക്കാൻ പറ്റുമോ? എല്ലാരും കൂടെ കഴിക്കണ്ടേ? എല്ലാവരും കൂടെ മാങ്ങ കഴിക്കാം. വാ. കോട്ടുകോണം മാങ്ങ. എന്താണ് നിങ്ങളെ മേലും കീഴില്ല സംസാരിക്കണേ? കോട്ടുകോണം മാങ്ങ എനിക്ക് ആവാൻ ഇപ്പൊ സീസണാണോ? അല്ലേ, എന്തോന്നാ നിങ്ങള്? മാങ്ങ ഓ, ഇത് കണ്ടിട്ട് നല്ല പുളിയായിരിക്കും കേട്ടാ. കഴിക്കുമല്ലോ. എനിക്കുണ്ട്. ഇത് സീസണില്ലാത്ത മാങ്ങ വിഷമൊക്കെ അടിച്ച് വരണേണ്ടത്. അന്നാ ഇത് അണ്ണാച്ചി കൊണ്ടുവന്നാണ് തമിഴ്നാട്ടിൽ നിന്ന്. നല്ല മാങ്ങ ഇതാ. നല്ല മധുരം ഉണ്ടെന്നാ. ഇത് അണ്ണാച്ചി കൊണ്ടുവന്നല്ലേ, കണ്ടിട്ട് നോക്കട്ടെ. ഇത് മറ്റേ ഇത് തമിഴ്നാടല്ല, ഇത് കർണാടക. സൂളം മാങ്ങ ഇത് വൃത്തിയിട്ട മാങ്ങയാണ്. തൂളം മാങ്ങ ഇത് വാഴ തൂളണ കീഴൊന്നും അല്ലത്. നല്ല മാങ്ങ തന്നെ. തൂളാൻ മാങ്ങ. ആയ കാലത്ത് വെള്ളം അടിച്ച് ബോധം കണ്ടിട്ട് നിങ്ങൾക്ക് മാങ്ങ ചക്ക തേങ്ങ തിരിച്ചറിയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാം? നിങ്ങൾക്ക് ഭയങ്കര കൃഷിക്കാരനല്ലേ? കൃഷിക്കാരൻ തന്നെ. കൃഷിക്കാരനെ മോനായിട്ട് തന്നെ ജനിച്ചത്. കൃഷിയിടത്തിൽ തന്നെ കളിച്ചും ഒക്കെ വളർന്നത്. അതെ, കണ്ടും കേട്ടും പഠിച്ചതാണ് കൃഷി. അറിയാം. പിന്നെ കാലം എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ച്. നീ എവിടെ നീ കണ്ടും കേട്ടി കൃഷി പഠിച്ചത്?
അല്ല ആരും മനസ്സിലായില്ല പറഞ്ഞ പാടാണ്, നിനക്കെന്താ അറിയാം? കൃഷി എൻ്റെ അടുത്താണോ കൃഷിയെ പറ്റി സംസാരിക്കുന്നത്? ഡേയ് അതിന് നീ കൊച്ചിലെ 8ാം ക്ലാസ് മുതൽ കൂടുതൽ നിന്ന് നീ പാഴൂരല്ലേ? അവിടെ തന്നെ കൂടുതൽ നിന്ന് നീലുവിന്റെ വീട്ടിലാണ്. ആ ഡിപ്ലോമ കഴിയുന്നിടം വരെ പാഴൂരായിരുന്നു. വല്ലപ്പോഴും അവധി കിട്ടുമ്പോൾ നെയ്യാറ്റിക്കിനെ പോകും. ആകെ നെയ്യാറ്റിക്കിനെ പോണത് ആ അവധി ദിവസങ്ങൾ മാത്രം. എന്റെ പൊന്നു ചേട്ടത്തി ഇവൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് നേറ്റിങ്ങറ്റിൽ അതേ ദിവസം നിന്നിട്ടില്ല. അല്ല അതെന്തോ ആയിക്കോട്ടെ. നിന്റെ ഒരു 25ാമത്തെ വയസ്സിലെന്തോആണ് നിന്റെ കല്യാണം ആയത്. അവിടെ നിന്ന് കുറച്ച് ദിവസം നീ നേറ്റിക്കലത് താമസിച്ചു. അത് കഴിഞ്ഞ് നേരെ നീ പടവലത്ത് പോയി. പടവലത്ത് നിന്ന് അവിടെ വന്ന് ഇവിടെ വന്ന് ഇവിടെ എത്തി. ഇതിന്റെ ഇടയിൽ നീ എവിടെ നിറയെ കൃഷിയൊക്കെ പഠിച്ചത്? അല്ല അറിയാൻ വേണ്ടിട്ട് ചോദിക്കാണ്. അണ്ണാ ചിരിക്കാനും വേണം കുറച്ച് ആരോഗ്യം. ഇങ്ങനെ അന്തം വിട്ട് ചിരിച്ചാണ്ടല്ലോ ഇവിടെ കിടന്ന് നിങ്ങൾ ചാവും. നീ ഇപ്പൊ അടുത്തുണ്ടല്ലാണ്ട് കുഴപ്പമില്ല. നമ്മൾ അടുത്തുള്ളതിന്റെ വില എല്ലാരും തിരിച്ചറിയേണ്ടി വരും ഒരു ദിവസം. പിന്നെ ലച്ചു മറ്റേ കുഴിപ്പള്ളത് പോരെ, ചിലപ്പോ ഞാൻ കൂടെ കാണും. എഞ്ചിനീയറോട് സംസാരിക്കട്ടെ. ചിലപ്പോ അതല്ല അച്ഛൻ വരുമെന്ന് എനിക്ക് അറിയായിരുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. എനിക്ക് എപ്പോഴേ അറിയായിരുന്നു ഇപ്പം വരുമെന്ന്. പണ്ടിങ്ങനെയാണ്, എവിടെയെങ്കിലും പോകണം എന്ന് പറയുമ്പം എടുത്താടി മുമ്പ് നിന്നോളും. ഞാനും പറഞ്ഞു രാവിലെ 8 മണിക്ക് കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞാൽ തലേദിവസം ഉറങ്ങാതിരിക്കുന്നതാണ്. അതെ, എല്ലാരും കൂടെ ബാലുവിനെ അളക്കല്ലേ, അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റൂല കേട്ടാ.